നമ്മുടെ ഈ വിവാഹത്തിലേക്ക് എടുത്തു ചാടാനാണ് നമ്മുടെ ഇപ്പോഴത്തെ വിവാഹ സിസ്റ്റം, മാരേജ് സിസ്റ്റം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുക, അതിനുശേഷം എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ നിങ്ങൾ. അല്ലാതെ ഇവിടെ ജീവിക്കാനൊരു സാഹചര്യം ഇല്ല. ഇവിടെ വിവാഹം കഴിക്കാതെ മറ്റൊരു സ്ത്രീയായിട്ടുള്ളൊരു ബന്ധം പുലർത്താനോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീയായിട്ടൊരു ബന്ധം പുലർത്താനോ, അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ലൈഫും ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല. ഈ ഒരു വ്യക്തി വിവാഹം കഴിക്കാൻ പറയുന്നു, ഈ വ്യക്തി വിവാഹം കഴിക്കുന്നു. അതിനുശേഷം ഈ പാർട്ട്നേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും അവരുടെ സ്വരച്ചേർച്ചകളും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും ഇഷ്ടമില്ലാത്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമൊക്കെ വരുമ്പോഴും ഈ വിവാഹം കഴിപ്പിച്ചവരെ, അതായത് ഈ സമൂഹമാണ് ഈ വിവാഹത്തിലേക്ക് മുൻകൈ എടുത്തത്. വിവാഹം കഴിക്കണം, ഇത്ര പ്രായമാകുമ്പോഴേക്കും വിവാഹം കഴിച്ചിരിക്കണം. പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ചിരിക്കണം. ഒരു 24-25 വയസ്സ് കഴിയുമ്പോഴേക്കും പെൺകുട്ടികൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഇവിടെ സമൂഹത്തിലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ പ്രശ്നം? ഇവർ വിവാഹം കഴിച്ചില്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് ഇവിടെ സംഭവിക്കുക? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമൂഹം, വിവാഹം കഴിക്കുന്നുള്ളത്. വിവാഹം കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിലും ഇവിടെ സമൂഹം പറയുന്നതിന് ഒരു പ്രതിവിധി ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഇതിനുള്ള ഒരു സൊല്യൂഷനും ഇല്ല. ഇവിടെ ഒരു സൊല്യൂഷനും ഇവർക്ക് പറയാനില്ല. ഈ സമൂഹത്തിലുള്ള ഈ പറഞ്ഞ മാരേജ് സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നവർ, ഇതാണ് കറക്റ്റ് എന്ന് പറയുന്ന, ഈ 1:1 മാരേജ് സിസ്റ്റമാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരാളെ പോലും ഈ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഇവരുടെ മുന്നോട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇവരുടെ ആ രംഗത്തേക്കേ അല്ല, ഒരു കല്യാണ നടത്തിപ്പുകാരായിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരിനെ ആരും നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കല്യാണം കഴിഞ്ഞ ശേഷമുള്ള പ്രതിസന്ധി ഘട്ടത്തിലൊന്നും ഇവരിനെ ആരും കാണില്ല. നമ്മൾ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ അടി കൂടാനും ബഹളം വയ്ക്കാനും ചീത്ത വിളിക്കാനും രണ്ടുപേരും എത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പിന്നെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിക്കൊണ്ട് ഈ ജീവിതത്തിന് മുന്നോട്ട് പോകുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല, പരസ്പരം ഒരുമിച്ച് അവർ കിടക്കുന്ന പോലും ഉണ്ടാവില്ല. അവർ സെപ്പറേറ്റായി ഒരുപാട് വർഷത്തോളം അവർ സെപ്പറേറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു മാരേജ് സിസ്റ്റത്തെയാണ് ഇവർ പവിത്രതയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് പവിത്രത? ഈ ഒരു പവിത്രമായിട്ടുള്ള ബന്ധം ഇത്രയും പവിത്രത ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു മാരേജ് സിസ്റ്റത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇങ്ങനെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ ഒരിക്കലും ഇത് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇവർ പറയുന്ന ഏത് മതഗ്രന്ഥങ്ങളിലും ഇവർ പറയുന്ന ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നില്ല. ഇവർ പറയുന്നത് ആ വ്യക്തികളെയാണ് പ്രശ്നം പറയുന്നത്, ആ വ്യക്തികളാണ്, നിങ്ങളാണ് പ്രശ്നം, നിങ്ങൾ അത് ചെയ്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭാര്യ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടക്കേട് കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഭാര്യയുടെ തോന്നിവാസം കൊണ്ടാണ് ഭർത്താവ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ തോന്നിവാസം കൊണ്ടാണ് ഭാര്യ അനുഭവിക്കുന്നത്. ഇവിടെ ആ മാരേജ് സിസ്റ്റത്തെ ഒരാൾ പോലും തള്ളി പറയില്ല, അല്ലെങ്കിൽ ഒരാൾ പോലും അതിനെ അംഗീകരിക്കാതിരിക്കില്ല. ഇത് കറക്റ്റാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തികളാണ് ഇവിടെ പ്രശ്നം. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികൾക്ക് എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ചേർന്ന വ്യക്തികളെയാണ് അവർക്ക് കിട്ടേണ്ടത്. അവർക്ക് ഏറ്റവും മാച്ചായിട്ടുള്ള വ്യക്തികളെയാണ് ഇവർ ഈ പവിത്രത പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്യുന്നവർ. ഈ ഒരു പവിത്രത പറയുന്ന എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ചേർച്ചയുള്ള അവർ സ്വന്തം പാർട്ട്ണറിനെ കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ എത്രയാണ് നമ്മുടെ പാർട്ട്ണറായിട്ട് ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാനോ അവരോട് സ്വതന്ത്രമായി സംസാരിക്കാനോ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളോ സ്വപ്നങ്ങളോ നമ്മൾക്ക് കാണാൻ പറ്റാനോ, അവരെ അംഗീകരിക്കാനും സാധിക്കാനോ, അവരുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാനോ, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹം പകർന്നു കൊടുക്കാനോ, ഒരു കൃത്യമായിട്ടുള്ളൊരു നല്ലൊരു സെക്സ് കൊടുക്കാനോ ഇതൊന്നും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. ഇതൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ ഇതൊന്നും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന മാരേജ് സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് അറിയാനും കണ്ടിട്ടുണ്ടാവും. ഇനി വരുന്നവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇതിലൊരു മാറ്റം വേണം. നമുക്കൊരു പുതിയൊരു ഇക്വേഷൻ വരേണ്ടതുണ്ട്, ഈ ഒരു 1:1 അല്ലാതെ. പക്ഷെ പുതിയൊരു ഇക്വേഷൻ നമുക്ക് വേണ്ടതുണ്ട്. ഈ ഒരു മാരേജ് സിസ്റ്റത്തിലേക്ക് ഒരു പുതിയ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, പുതിയ ആശയങ്ങൾ വരേണ്ടതുണ്ട്. ഈ 1:1 ഒരു ദുരിതം പിടിച്ചിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റം ഫോളോ ചെയ്യാതെ. അത് 1:1 ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 1:1 ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. എനിക്കൊരു പുരുഷൻ മതി, എനിക്കൊരു ഭർത്താവ് മതി, ആ പുരുഷനിൽ
പുരുഷനിൽ അതിന് മാത്രം ആ പുരുഷനിൽ മാത്രം ഫുൾ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ പുരുഷൻ്റെ മാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അത് അവരുടെ തണലിൽ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. അത്തരം സ്ത്രീകൾ അതേപോലെ ആഗ്രഹിക്കുന്ന പുരുഷന്മാരെയാണ് അവർ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവർക്ക് ഭർത്താക്കന്മാർക്കുണ്ടാവും എനിക്ക് മറ്റൊരു സ്ത്രീയെ എനിക്ക് വേണമെന്നില്ല, എനിക്കൊരു ഈ ഒരു ഭാര്യ മാത്രം മതി, ഈ ഭാര്യയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ ഈ ഭാര്യയിൽ എൻ്റെ എല്ലാ വാല്യൂസും ഞാൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഒരു ഭാര്യയിലൂടെ എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്, എനിക്ക് മറ്റൊരു സ്ത്രീയോ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പോ എനിക്ക് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും ഈ 1:1 വിവാഹ സിസ്റ്റത്തിലൂടെ മാത്രമാണ് ഫോളോ ചെയ്യേണ്ടത്. അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ല. അത് അത്തരത്തിലുള്ള ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീയും പുരുഷനാണ് ഇപ്പോൾ നടക്കുന്ന മാരേജ് സിസ്റ്റത്തിലൂടെ 1:1 എന്ന മാരേജ് സിസ്റ്റത്തിലൂടെ ഫോളോ ചെയ്ത് പോകേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും 1:1 ആണ് ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ എങ്ങനെയാണ് അത് കറക്റ്റ് ആവാം? ഇവിടെ പലതരത്തിലെ സെക്ഷൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ LGBT പോലുള്ളത്, മോണോഗമി, പോളിഗമി പോലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നതാണ്. ഇത് റിയാലിറ്റിയാണത്. ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ലൈഫിനെ നമ്മൾ കാണേണ്ടത്. ഇത്തരത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഈ 1:1 ഫോളോ ചെയ്ത് മാരേജിലേക്ക് പോകരുതെന്ന് തന്നെയാണ് പറയുന്നത്. അത് പോയിട്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവർക്ക് മാച്ചല്ലാത്തൊരു വ്യക്തികളെ കിട്ടുന്നു. അതിനുശേഷം അവർ പിന്നീട് ഡിവോഴ്സിലേക്കും അല്ലെങ്കിൽ ഒരു തർക്കത്തിലേക്കും ശത്രുതയിലേക്കും പോകുന്നത്. അത് നമ്മൾക്ക് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ആ ഇഷ്ടത്തെ അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, ആഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന, നമ്മുടെ ടേസ്റ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന, സെക്ഷലായിട്ടുള്ള ഏത് ടൈപ്പാണ് നമുക്ക് സെക്ഷൽ ഇഷ്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണറിനെ കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ജീവിതത്തിലേക്ക് പോകേണ്ടത്. അല്ലാതെ ഈ 1:1 മാത്രം പോകേണ്ടവരല്ല. ആ 1:1 പോകേണ്ടവർ അവർ ആ വഴിക്ക് തന്നെയാണ് പോകേണ്ടത്. ആ ഒരു സിസ്റ്റം തന്നെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. പക്ഷേ എല്ലാവരും 1:1 പോകുമ്പോഴാണ് ഈ പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണവും അതാണ്. ഈ മാരേജിൽ പലവർക്കും ചേർച്ചയില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത, ഒരു ഇഷ്ടവുമില്ലാത്ത, നമ്മുടെ ജീവിതവുമായിട്ട് ഒരു തരത്തിലും ഒത്തിണക്കാൻ പറ്റാത്ത വ്യക്തികളായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഈ സമൂഹത്തിനെ പേടിച്ചുകൊണ്ട്, മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മതം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു പേടിയിലൂടെ ജീവിക്കാൻ നമ്മൾ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ മുന്നിൽ നമ്മുടെ ഒരു മാനം പോവോ അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാവുമോ എന്നുള്ളത് ഭയന്നുകൊണ്ട്, ബന്ധുക്കളുടെ ഇടയിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു ചീത്തപ്പേരിനെ നമ്മൾ പേടിച്ചുകൊണ്ട്, മതത്തിനെ പേടിച്ചുകൊണ്ട്, അങ്ങനെ തുടങ്ങിയ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിനെ എല്ലാവരും പേടിച്ചുകൊണ്ടാണ് പലവരും പിന്നീട് മുന്നോട്ട് അവരുടെ അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണെങ്കിൽ പോലും ഇനി ഇതിലൊരു മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുന്നത് അപ്പോഴാണ്. അതിനുശേഷമാണ് അവർ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. മരണം വരെ അതിങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഇതല്ല വേണ്ടത്. ഇവിടെ ഓരോ ദിവസം നമുക്ക് കിട്ടുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ്. അത് സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ടുള്ള നല്ല പാർട്ട്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാനും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനും എൻജോയ്മെൻറ്റോടു കൂടി ജീവിക്കാനും നമുക്ക് സാധിക്കും. എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കൊരു കമൻറ്റ് നിങ്ങൾ തരേണ്ടതാണ്. നിങ്ങളുടെ ഒരു ആശയങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ള വീഡിയോയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന വീഡിയോയിലേക്കൊക്കെ അത് വലിയൊരു പ്രചോദനമാവും, വലിയൊരു ഗുണം എനിക്ക് ചെയ്യും. പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. അത്